1976 സിയാറ്റിലിൽ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് നടക്കുവാണ്. അപ്പം ഈ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് ശാരീരികമായിട്ടും അതുപോലെ മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു ഒളിമ്പിക്സിൽ ഒരു മത്സരം വരികയാണ്. അതെന്ന് വെച്ചാൽ ഒരു 100 വാര അകലെയുള്ള ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആദ്യം എത്തുന്ന ആൾക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് 9 പേര് വന്ന് നിൽക്കുവാണ്. അവരിങ്ങനെ ലൈനപ്പായിട്ട് വന്ന് നിൽക്കുക. അങ്ങനെ ഈ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇവർ മാക്സിമം അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും ഓടുവാണ്. അങ്ങനെ ഇവർ ഭയങ്കര സ്പീഡിൽ അവർക്ക് പറ്റുന്ന മാക്സിമം സ്പീഡിൽ ഇങ്ങനെ ഓടി 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 ഫിനിഷിംഗ് പോയിന്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഇവരിങ്ങനെ ഓടുവാണ്. കുറേ നേരം കഴിഞ്ഞപ്പം അതിൽ ഏറ്റവും ചെറിയ ഒരു കുട്ടി താഴെ വീഴുവാണ്. കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ് അദ്ദേഹം. ആ കുട്ടി താഴെ വീഴുവാണ്. അപ്പം സാധാരണ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ എന്താ ചെയ്യുന്നത്, ഈ ഒരാൾ താഴെ വീഴുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമാണ്. അപ്പം മറ്റുള്ളവരതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അവരവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഈ ഒരാൾ വീണു. അപ്പം ബാക്കിയുള്ള 8 പേരും അവിടെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവരെല്ലാവരും ആ വീണ കുട്ടിയുടെ അടുത്തോട്ട് നടന്നു വന്ന് അപ്പോൾ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആ കുട്ടിയെ കയ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിലൊരു ഉമ്മ കൊടുക്കുവാണ്. എന്നിട്ട് പറഞ്ഞ്, ഇത് നിന്റെ വേദന കുറയ്ക്കും എന്ന് പറഞ്ഞു. ഇത് കണ്ട് ആ ഗ്യാലറിയിലിരുന്ന കാണികൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ്. അവരുടെ എല്ലാം കണ്ണ് നിറയുവാണ്. എന്നിട്ടും അവിടെ കഴിഞ്ഞില്ല. ഈ കുട്ടികളെല്ലാവരും കൂടെ കൈ ചേർത്ത് പിടിച്ചിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഒരുമിച്ച് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് അവിടെ കണ്ടത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുമ്പം അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ പോരെ, ഒരു കോമ്പറ്റീഷൻ അതിൻ്റെ സ്പിരിറ്റിലല്ലേ കാണണ്ടേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണുന്നതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരു മാനുഷികമായ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കിക്കാണണ്ടേ. നമുക്ക് ചുറ്റുമുള്ളവരും കൂടെ ജയിക്കട്ടെ, നമ്മുടെ സന്തോഷം കൊണ്ട് മറ്റുള്ളവർക്ക് ദുഃഖം വരാതെ, അല്ലെങ്കിൽ അവർക്കും നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഒന്നുകൂടി നല്ലത്. നമുക്ക് മാത്രം സന്തോഷം, മറ്റുള്ളവർക്ക് ദുഃഖം. ഇതൊരിക്കലും കോമ്പറ്റീഷൻ തെറ്റാണെന്നോ അല്ലെങ്കിൽ മത്സരങ്ങളെല്ലാം ഇങ്ങനെ ആവണം എന്നോ അല്ല പറയുന്നത്. മത്സരത്തിൻ്റെ കാര്യമേ അല്ല പറയുന്നത്. മറിച്ച് മനുഷ്യർ തമ്മിലുള്ള മാനസികമായ ഐക്യം അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. എനിക്ക് മാത്രം നല്ലത്, മറ്റുള്ളവർക്ക് മോശം വേണം, അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഉയരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരെയും, അല്ലെങ്കിൽ നമ്മളൊന്നുമില്ലാത്തിരുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആൾക്കാരില്ലേ, ചില മനുഷ്യരെ കാണാം, അവരുടെ ഒന്നുമില്ലായ്മയിൽ കൂടെ ഉണ്ടായിരുന്നവരെ അവർ ഉയർച്ചയിൽ തള്ളിക്കളയും. ആ സമയത്ത് ആ പഴയ ആൾക്കാരെ കൂടെ കൂട്ടാനൊക്കെ അവർക്ക് ഭയങ്കര കുറച്ചിലായിരിക്കും. അങ്ങനെ ആവരുത്. നമ്മളുടെ ഇല്ലായ്മയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ആയിരിക്കണം നമ്മളുടെ ഏത് ഉയർച്ചയിലും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഈ കഥയിലൂടെ പറഞ്ഞു വന്നത്, മറ്റുള്ളവരും ജയിക്കട്ടെ, നമ്മളും ജയിക്കട്ടെ, നമ്മുടെ ജയത്തിലൂടെ മറ്റുള്ളവരെ സന്തോഷിക്കട്ടെ, അതുപോലെ മറ്റുള്ളവരുടെ ജയത്തിലൂടെ നമുക്കും സന്തോഷിക്കാൻ ഇടവരട്ടെ. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പം, ഞാൻ വായിച്ച ഒരു കോട്ടാണ്, മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമുക്കും സന്തോഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ചില മനുഷ്യർക്ക് അതിന് കഴിയാറില്ല. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പം, അയ്യോ അത് വേണ്ടായിരുന്നു, എനിക്ക് കിട്ടേണ്ടതായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കും പലപ്പോഴും അവരുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ചിന്ത ഉള്ളവർക്ക് ലൈഫിൽ സമാധാനം, സന്തോഷം മുതലായ കാര്യങ്ങളൊക്കെ വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ. എത്ര നല്ല സിറ്റുവേഷനിലേക്ക് അവർ ഉയർന്നു എന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്കും നല്ല നേട്ടങ്ങൾ കാണുമ്പോൾ അവർക്ക് അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ചുറ്റുമുള്ളവരെ കൂടി നമുക്ക് മാക്സിമം ഉയർത്താൻ ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവരെ നമുക്ക് കണ്ടറിഞ്ഞ് സഹായിക്കാൻ ശ്രമിക്കാം. ഒരു നന്മമരം ടച്ചിലേക്ക് പോകണം എന്നൊന്നും അല്ല പറയുന്നത്. മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സംഭവം അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലെങ്കിലും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.